റൈറ്റർ ഡയറക്ടർ കാർത്തീശ്വരൻ, പുള്ളിയുടെ ഡെബ്യൂ ആണ്. സ്റ്റാറിംഗ് പ്രദീപ് രംഗനാഥൻ, മമിത ബൈജു, അതുപോലെ തന്നെ ശരത് കുമാർ, നമ്മുടെ രോഹിണി ഇതിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, ഐശ്വര്യ ശർമ്മ ഒരു പുതിയ ക്യാരക്ടറാണ്, അതുപോലെ തന്നെ സത്യ. ഇവരൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. ഒരു ദീപാവലി എന്ന് പറയുന്ന ഒരു ഫെസ്റ്റീവ് സീസൺ നമുക്ക് തമിഴ് ഇൻഡസ്ട്രീനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സീസണാണ്. പണ്ടെന്ന് വെച്ചാൽ കുറച്ച് കാലം മുമ്പ് വരെ വിജയും അജിത്തും കൊടികൊട്ടി വാണ ദീപാവലി സീസൺ. മെർസലായി കഴിഞ്ഞാലും ബിഗിലായി കഴിഞ്ഞാലും കത്തിയായി കഴിഞ്ഞാലും പിന്നെ വേതാളമായി കഴിഞ്ഞാലും അങ്ങനെ ഒരു സ്റ്റാർ സോണായി നിന്നിരുന്ന ഒരു ദീപാവലി സീസണിലേക്ക് ലാസ്റ്റ് ഇയർ നോക്കുകയാണെങ്കിൽ അമരനാണ് വന്നിട്ടുള്ളത്. സോ ഇത്തവണ ദീപാവലിക്ക് വന്നിട്ടുള്ളത് ഡൂഡ്, ഡീസൽ, അതുപോലെ തന്നെ ബൈസൺ. നമ്മളൊരു നെക്സ്റ്റ് ജനറേഷൻ ഓഫ് തമിഴ് ആക്ടേഴ്സിൻ്റെ ഒരു വരവാണ് വന്നിരിക്കുന്നത്. ഈവൻ ദോ നമ്മളെ വിജയ് അജിത് എന്ന് പറയുന്ന ആ ഒരു എക്സ്ട്രീം ദീപാവലി ഡേയ്സ് മിസ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ദീപാവലി ഒരു സീസണിലോട്ട് വരുന്ന സമയത്തേക്ക് തിയേറ്ററിൽ നമ്മൾ എങ്ങനെയാണോ ഒരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്നത് അത്തരത്തിലുള്ളൊരു കളർഫുൾ ആയിട്ടുള്ള ഒരു ജെൻസി സിനിമയായിട്ടാണ് ആക്ച്വലി ഡ്യൂഡ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. പ്രദീപ് രംഗനാഥൻ, ഈ പുള്ളിയുടെ ഒരു സ്റ്റോറി സെൻസിനെ നമ്മൾ ആക്ച്വലി ശരിക്കും സമ്മതിച്ചു കൊടുത്തേ പറ്റും. കാരണം ഈ പുള്ളിയുടെ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ലവ് ടുഡേ പുള്ളി തന്നെ എഴുതിയ സിനിമ, പുള്ളിയുടെ ഷോർട്ട് ഫിലിം, പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഡ്രാഗൺ വന്നു. ഈവൻ കോമാളി ആയി കഴിഞ്ഞാൽ പോലും ഈ കോമൺ മാൻ്റെ ഇമോഷൻസിനെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന സിനിമകൾ ഏതാണെന്ന് കൃത്യമായിട്ട് പ്രദീപ് രംഗനാഥൻ അറിയാൻ തോന്നുന്നു. ഇതിൻ്റെ ഓഡിയോ ലോഞ്ചിലായി കഴിഞ്ഞാൽ പ്രദീപ് ഇതാ ഇനീഷ്യലി കേട്ടപ്പോൾ എനിക്കിത് വർക്കാവോ, അങ്ങനെ തന്നെയാണ് ഈ സിനിമ. ഈ സിനിമ ഒരു നൂലിൻ്റെ മേലെയുള്ള ഒരു സിനിമയാണ്. ഇത് ഏത് രീതിയിലേക്കും ആക്ച്വലി പോകാൻ വേണ്ടി പറ്റും. അതായത് നമുക്ക് എക്സ്ട്രീം വെറുപ്പിക്കലായിട്ടും പോകാം, അല്ലെങ്കിൽ എക്സ്ട്രീം നന്നാക്കുകയും ചെയ്യാം. പക്ഷേ പ്രദീപ് രംഗനാഥൻ എന്ന് പറയുന്ന ഒരു ആക്ടർ അത് ക്യാരി ചെയ്ത് കൊണ്ടുപോകാണ് ആക്ച്വലി ഈ സിനിമ ചെയ്യുന്നത് ആദ്യം തൊട്ടിട്ട് അവസാനം വരെ. ഈ സിനിമയുടെ ടൈറ്റിൽ മുതൽ ഇതൊരു എൻ്റർടൈനർ, ഒരു കൊമേഴ്ഷ്യൽ സിനിമയാണെന്നുള്ളത് നമുക്ക് ഫസ്റ്റ് തന്നെ കാർത്തീശ്വരൻ വന്നിട്ട് നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്. അതിൻ്റെ ടൈറ്റിൽസ് തന്നെയാണ്, അതിൻ്റെ ടൈറ്റിൽസും പരിപാടികളൊക്കെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ എന്നാലൊരു എന്താ പറയുക, ഒരു മോഡേൺ മെസ്സേജ് എന്ന് പറയുന്ന രീതിയിലേക്ക് ഇതിൻ്റെ അകത്ത് കൊണ്ടുവരാനും ആക്ച്വലി കാർത്തീശ്വരൻ ശ്രമിക്കുന്നുണ്ട്. മമിത ബൈജു സെൻസേഷൻ ആയിട്ടുള്ള ഒരു ആക്ട്രസ്സാണ് തമിഴ്നാട്ടിലെ സംബന്ധിച്ചിടത്തോളം. പുള്ളിക്കാരിയുടെ അരങ്ങേറ്റം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരുപാട് ഇമോഷൻസ് കവർ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അത് വളരെ നന്നായിട്ട് പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. കോസ്റ്റ്യൂംസ് ഒക്കെ വളരെ നന്നായിട്ട് ഫീൽ ചെയ്തു ആക്ച്വലി മമിത ബൈജുയുടെ എസ്പെഷ്യലി. ഇവർ രണ്ടുപേരുള്ള ഒരു എന്താ പറയുക, ഒരു കസിൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന പരിപാടിയാണല്ലോ. അത് ഓക്കെ, അത് എക്സ്ട്രീം വന്നിട്ട് അത് ഒരു എന്താ പറയുക കണക്ട് ആവുന്നുണ്ടെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു എക്സ്ട്രീം കണക്ഷൻ ഇല്ലെങ്കിലും കൂടി ഹിയർ ആൻഡ് ദെയർ അത് വളരെ നന്നായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുള്ള പോലെ തന്നെ ഫീൽ ചെയ്തു. പിയർ ആക്ച്വലി ഈ സിനിമകളിലെല്ലാം ഉള്ള പോലെ തന്നെയുള്ള അതേ സെയിം ക്യാരക്ടറാണ്. ജോലി ചെയ്യുന്ന എന്ത് ജോലിയും വേണമെങ്കിലും ചെയ്യാം, ഞാൻ എന്താ യങ്സ്റ്റർ പരിപാടിയാണ്, ഞാൻ എൻ്റെ വഴി നല്ല പറഞ്ഞ അങ്ങനത്തെ ഉള്ളൊരു പരിപാടി തന്നെയാണ് ഈ ഒരു ഡ്യൂഡിൻ്റെ അകത്തും പഠിച്ചിട്ടുള്ളത്. ഒരു യങ് മാൻ, ഇപ്പോൾ ഉള്ള ഒരു ജെൻസി യങ് മാൻ എന്നുള്ള പെർസ്പെക്റ്റീവിലാണുള്ളത്. ഒരുപാട് നല്ലൊരു ക്രൗഡ് സിനിമയ്ക്ക് ഉണ്ടായി. സായ് അബ്ബൻകർ, നമ്മുടെ മ്യൂസിക് സെൻസേഷൻ, നമ്മുടെ ആ പാട്ട് എല്ലാവർക്കും അറിയില്ല, പേച്ചാവ് മൂച്ചാവ്, അത് ആദ്യം മുതലേ തന്നെ അതിൻ്റെ മ്യൂസിക്കുകളും പരിപാടികളും തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ള. ആ പാട്ട് വളരെ നന്നായിട്ട് ആക്ച്വലി ചെയ്തിട്ടുണ്ട്. പക്ഷേ സായ് അബ്ബൻകർ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഒരുപാട് പാട്ടിലാണ് പോയത്. പ്രത്യേകിച്ച് ഈ ഒരു പാട്ടിൻ്റെ പല അനിരുദ്ധിൻ്റെ എക്സ്ട്രീം പരിപാടികളല്ല ഇതിൻ്റെ അകത്ത്. അനിരുദ്ധ് വന്നിട്ട് ഒരു പാട്ട് വെച്ചിട്ട് പല വേരിയേഷൻസ് ഉണ്ടാകും. പക്ഷേ എന്നാലും ഇതിനകത്തൊരു 2-3 വേരിയേഷൻസ് ഇട്ട് പുള്ളി ചെയ്യണം. അതുപോലെ തന്നെ ആ മെലഡിക് പരിപാടി ഇൻ്റർവൽ ബ്ലോക്കിൻ്റെ ഇടയ്ക്ക് വെച്ചത് നല്ലൊരു പ്ലേസ്മെൻ്റ് ആയി. അത് ഒരുപാട് തവണ കയറ്റി വെറുപ്പിച്ചിട്ടും ഇല്ല. സായ് അബ്ബൻകർ ഞാൻ പറഞ്ഞ പോലെ കുറച്ചും കൂടി ഒന്ന് ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കുറച്ചും കൂടി റെഡിയാക്കാൻ പക്ഷേ പുള്ളി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു മോഡേൺ ഡേ ഷാജഹാൻ കണ്ടൊരു ഫീലിംഗ് ആണ് എനിക്ക് പേഴ്സണലി ഈ സിനിമയിൽ ഉണ്ടായത്. അതായത് ഷാജഹാൻ എന്ന് പറയുന്നൊരു പടത്തിൻ്റെ അകത്ത് ഉണ്ടാവുന്ന ഒരു ലെവൽ ഓഫ് പരിപാടി, പക്ഷെ ഒരു ജെൻസി വൈബിലൊക്കെ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്, ജെൻസി ഞാൻ പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സമകാലിക പരിപാടിയായിട്ടൊന്ന് സിങ്ക് ചെയ്ത് പോകുന്ന തരത്തിലുള്ള ഒരു ടെംപ്ലേറ്റ് ആണ് ആക്ച്വലി ഡ്യൂഡ് എന്ന് പറയുന്ന സിനിമ പറയുന്നത്. ഇവർ രണ്ടുപേരും കൂടെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ഇതിൽ ശരത് കുമാർ ഒരു വെറൈറ്റി ക്യാരക്ടർ ഇതിനകത്ത് ചെയ്ത പോലെ തോന്നിയത്. പുള്ളിയുടെ ആ ഒരു സൈസിനും അറ്റ് ദ സെയിം ടൈം ഒരു കോമഡി പിടിച്ച് എന്നാലൊരു ഗ്രേ ഏരിയ ഉള്ള ഒരു രസമുള്ള ഒരു ക്യാരക്ടറായിട്ട് ആക്ച്വലി ശരത് കുമാർ ചെയ്തു. ഇതിനകത്ത് ഒരുപാട് മറ്റേ ലോജിക്സും പരിപാടികളൊന്നും ഇല്ലാതെ എന്താണോ ഔട്ട്റൈറ്റായിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് അതേപോലെ തന്നെ കൊണ്ടുവരുവാണ് ചെയ്തിട്ടുള്ളത്.
പ്രദീപ് രംഗനാഥൻ ഒബ്വിയസ്ലി പുള്ളിയുടെ ഒരു ഭയങ്കര സ്ട്രോങ് സോണായിട്ട് ഫീൽ ചെയ്ത ഇമോഷൻസ് ആണ്. അപ്പോൾ ആ ഇമോഷൻസ് ഒരുപാടുള്ള സിനിമയാണ് ആക്ച്വലി. അതായത് നമ്മൾ ഈ പറയുന്ന പോലെ ക്രിഞ്ച് എന്ന് പറയുന്നില്ല. അപ്പോൾ ആ അതിൻ്റെ ഒരു ബോർഡർ ലൈനിൽ വരുന്ന ഒരുപാട് സീൻസ് ഉള്ള സിനിമയാണ്. പക്ഷേ ഒരു പരിധി വരെ അത് വന്നിട്ട് പ്രോപ്പറായിട്ട് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി PR-നും അതുപോലെ തന്നെ മമിത ബൈജുവിനും പറ്റിയിട്ടുണ്ട്. മമിത ബൈജു വന്നിട്ട് ഈ പറയുന്ന പോലെ ഞാൻ ഓവറാക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ മമിത ബൈജു അതിൻ്റെ ആവശ്യമുള്ള, അതായത് പ്രേമലൂരും സൂപ്പർ ശരണ്യയിൽ എവിടെയോ മിസ്സായിട്ടുള്ള ആ കുറച്ച് ഭാവങ്ങളൊക്കെ വന്നിട്ട് ഈ ഡ്യൂഡിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അത് നന്നായിട്ട് അത് ഡെലിവർ ആയിട്ടുണ്ട്. ടെക്നിക്കൽ സൈഡിലേക്ക് പോയാൽ സായി അഭ്യൻകറിന് ശേഷം വന്നിട്ട് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ നികേത് ഭൂമിയാണ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എഡിറ്റർ എന്ന് പറഞ്ഞത് ഭരത് വിക്രമാണ്. ആക്ച്വലി ടൂറിസ്റ്റ് ഫാമിലിയൊക്കെ എഡിറ്റ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ പടം ഓവറോൾ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ സീൻ കട്ട്സിൽ എന്തെങ്കിലും എന്തോ ഒരു പെട്ടെന്ന് അബ്രപ്റ്റായിട്ട് കട്ട് ചെയ്ത് അതൊരു എഡിറ്റിങ്ങിനെ ബാധിക്കുന്ന പോലത്തെ ഒരു ഫീല് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് പല സ്ഥലങ്ങളിലും അതൊരു ഒരു ഡിറക്ഷൻ്റെ പ്രശ്നമാണോ എനിക്കറിയില്ല. ഡയറക്ടറിൻ്റെ ഇതാണോ അത് സീൻ കട്ടിൻ്റെ പ്രശ്നമാണോ അത് പ്രോപ്പറായിട്ട് എന്താ പറയുക അതിന് ലാസ്റ്റ് തൊട്ട് ആ സീനിൻ്റെ ഒരു ഒഴുക്കിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. ഫീൽ ചെയ്തിട്ടുണ്ട് അത് എഡിറ്റിംഗ് ഒരു പരിധി വരെ എന്തോ ഒരു ഒഴുക്ക് സിനിമക്ക് ഇല്ലാത്ത പോലത്തെ ഒരു ഫീൽ എനിക്ക് പേഴ്സണലി വന്നിട്ടുണ്ട്. ഇൻ്റർവെലിനോട് ചേർത്തിട്ടുള്ള ആ ഒരു 20 minutes പോർഷൻ ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്തു. അറ്റ് ദ സെയിം ടൈം വന്നിട്ട് പ്രദീപ് രംഗനാഥൻ അവൻ്റെ ബാക്കിയുള്ള സിനിമകളിലൊക്കെ ഉള്ള പോലെ ഈ സിറ്റുവേഷനിലായിപ്പോയല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ചില ചേഷ്ടകൾ അത് വളരെ നന്നായിട്ടുണ്ട്. അത് കുറച്ച് ഒരു ലിമിറ്റിൽ വെക്കുന്നതായിരിക്കും പ്രദീപ് രംഗനാഥന് നല്ലത്. കാരണം ഇന്ന് പറഞ്ഞവർ തന്നെ നാളെ അത് വൃത്തികേടാവും എന്ന് പറയാനുള്ള സാധ്യതയുണ്ട്. സോ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഇതിലും വർക്കായിട്ടുണ്ട്. ഒരു ദീപാവലി ഫെസ്റ്റിവൽ പീരീഡിൻ്റെ അകത്ത് നമുക്ക് അടിച്ചു പൊളിച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമ. എന്നാലും ഒരു പ്രോപ്പർ ഒരു കുട്ടിയുടെ ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ വന്നിട്ടെന്ന് വെച്ചാൽ ഒരു എന്താ പറയുക ഒരു റെസ്പെക്ട് എന്ന് പറയുന്നത്. എന്നാൽ പോലും ഈ റെസ്പെക്റ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ തന്നെ ഈ സിനിമയിൽ വിരോധാഭാസമായിട്ട് ചില കാര്യങ്ങളുണ്ട്. അത് വന്നിട്ട് നിങ്ങൾ കണ്ടിട്ട് തന്നെ വിലയിരുത്താം. അപ്പോൾ നമ്മളിത് പറയുമ്പോൾ എല്ലാം പറയണല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു പെർസ്പെക്റ്റീവാണ് ഈ സിനിമ പോകുന്നത്. ബട്ട് ഒരു പ്രോപ്പർ കൊമേർഷ്യൽ എൻ്റർടൈൻമെൻറ്റ് സിനിമ. ഞാൻ അങ്ങനെ വന്നിട്ട് അതിനെപ്പറ്റി ഭയങ്കരമായിട്ട് വന്നിട്ട് വെറി ചെയ്യുന്ന ഒരാളല്ല. ബട്ട് സ്റ്റിൽ ഈ മറ്റേ കരുത്ത് അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് ഇതിൻ്റെ ക്രക്സ് ഭയങ്കര സീരിയസ് ആയിട്ട് ആൾക്കാർ സംസാരിക്കുന്നതുകൊണ്ടാണ് ഞാനത് പേഴ്സണലി പറയാൻ കാരണം ഞാൻ അങ്ങനെ വന്നിട്ട് അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ആംഗിളിനെ പറ്റി ഞാൻ അങ്ങനെ സിനിമയിൽ ഇങ്ങനെ ചിന്തിക്കാറില്ല. ലൈക്ക് എവ്രി വൺ ഹാസ് ദെയർ ഓൺ പെർസ്പെക്റ്റീവ്സ് എന്നുള്ള പെർസ്പെക്റ്റീവാണ് എനിക്കുള്ളത്. സോ ആകെ മൊത്തത്തിൽ ഡ്യൂഡ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഔട്ട് ആൻഡ് ഔട്ട് എൻ്റർടൈൻമെൻറ്റ്. ദീപാവലിക്ക് PR-ൻ്റെ വക അഗെയിൻ ഭയങ്കര ഔട്ട് ആൻഡ് ഔട്ട് എൻ്റർടൈൻമെൻറ്റ്. അതൊരു ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആവുന്ന രീതിയിൽ ഭയങ്കര എല്ലാവർക്കും കണക്ട് ആവുന്ന രീതിയിൽ ചെയ്തിട്ടുള്ള സിനിമയാണ്. കാർത്തീശ്വരൻ ഡെബ്യൂവിൽ വളരെ നല്ലൊരു സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് PR അഗെയിൻ ഇങ്ങനത്തെ ഉള്ള ടാലൻസിനെ കൊണ്ടുവരുന്നതിൽ ഹീസ് ടേക്കിംഗ് ദാറ്റ് പവർ എന്ന് പറയുന്നതാണ്. മൈത്രി മൂവി മേക്കേഴ്സ് ആണ് പ്രൊഡക്ഷൻ. അവരും ഇതിൻ്റെ അകത്ത് വന്നിട്ട് നല്ലൊരു ഇത് ചെയ്തിട്ട് AGS ആണ് ഇതിൻ്റെ റിലീസ് ചെയ്തിട്ടുള്ളത്. ഓൾവേസ് ബാക്കിംഗ് PR. യെസ്. സോ അതാണ് ആക്ച്വലി ഡ്യൂഡ് എന്ന് പറയുന്ന സിനിമ. സോ ദീപാവലിക്ക് അടിച്ചുപൊളിച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമ. സോ ഡു വാച്ച് ഡ്യൂഡ് ഇൻ യുവർ തിയേറ്റേഴ്സ്.